പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. കേരളത്തിൽ കാലവർഷം വീണ്ടും ശക്തമാകുന്നു. അടുത്ത 2 ദിവസങ്ങളിലും പരക്കെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് 5 ഇടത്ത് യെല്ലോ അലർട്ട്. അതേസമയം എൽ നിനോ ലോകമെമ്പാടും ഭീഷണി ഉയർത്തുന്നതിനാൽ ഭക്ഷ്യ എണ്ണ ഇറക്കുമതിയെയും ഇത് ബാധിച്ചേക്കാം. കർഷകർക്ക് ആശങ്കയായി മഴ വൈകുന്നത് വിളവെടുപ്പിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാനും വിളനാശത്തിനും കാരണമായേക്കും. കേരളത്തിൽ വീണ്ടും കാലവർഷം ശക്തമാകുന്നു. അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതുകൊണ്ട് തന്നെ മേഘങ്ങളുടെ സാന്നിധ്യം ഉള്ളതിനാലും കേരള തീരത്ത് കാലവർഷം സജീവമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത 2 ദിവസങ്ങളിലും കേരളത്തിൽ പരക്കെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത പറഞ്ഞിരിക്കുന്നത്. IMDയുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഇന്നു മുതൽ മഴ ശക്തിപ്പെടുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകളിലും ഈ മാസം 29 മുതൽ മഴ ശക്തിപ്പെടുമെന്നാണ് പറയുന്നത്. ആയതിനാൽ തന്നെ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളത്. പകൽ സമയത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും രാത്രിയോടെ തുടർച്ചയായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഞായറാഴ്ചയോടെ മഴയുടെ ശക്തി വീണ്ടും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലും വരും ദിവസങ്ങളിൽ കാറ്റ് കൂടുതൽ ശക്തമാകാനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ജൂൺ 27 മുതൽ ജൂൺ 29 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷക്കാറ്റ് വീണ്ടും സജീവമാകുന്നതോടെ കേരളത്തിൽ കാലവർഷം ശക്തിപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ആശ്വാസത്തിന്റെ വകയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ആഴ്ചയും കാലവർഷം ശക്തിപ്പെടുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നെങ്കിലും മഴ ദുർബലമായി തുടരുകയായിരുന്നു. ജൂൺ അവസാനത്തോടെ വീണ്ടും മഴ ശക്തിപ്പെടുമെന്ന മുൻ അവലോകനങ്ങളിലും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ അന്തരീക്ഷ സ്ഥിതി വടക്കൻ ജില്ലകളിലും തുടർന്നുള്ള ദിവസങ്ങളിൽ മധ്യതെക്കൻ ജില്ലകളിലും മഴ ശക്തിപ്പെടുമെന്നാണ് പറയുന്നത്. അതേസമയം ജൂൺ 4-ന് കേരളത്തിൽ കാലവർഷം എത്തിയ ശേഷം സീസണിലെ ആദ്യ ന്യൂനമർദ്ദത്തിന് ബംഗാൾ ഉൾക്കടൽ തയ്യാറാകുന്നുവെന്നാണ് പറയുന്നത്. ബംഗാൾ ഉൾക്കടലിന്റെ തെക്കുകിഴക്കൻ മേഖലയിൽ മ്യാൻമർ തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. തെലങ്കാനയോട് ചേർന്ന് ഒരു ചക്രവാത ചുഴിയും രൂപപ്പെട്ടു. ഇതിന്റെ സ്വാധീനം മൂലം അറബിക്കടലിൽ നിലവിൽ കാറ്റിന് ശക്തി അനുഭവിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അറബിക്കടലിൽ കാറ്റ് കൂടുതൽ ശക്തിപ്പെടുകയും മേഘരൂപീകരണം വേഗത്തിലാക്കുകയും ചെയ്യുമെന്നും പറയുന്നു. അതോടെ മഴ വീണ്ടും സജീവമാകും. ഇന്ത്യയിലുടനീളം തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എൽ നിനോയെക്കുറിച്ചും വരും ആഴ്ചകളിലെ മഴയുടെ പ്രവണതകളെക്കുറിച്ചും IMD ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. ജൂണിൽ സാധാരണയിലും താഴെ മഴയാണ് ലഭിച്ചത്. എന്നാൽ ജൂലൈയിൽ മൺസൂൺ വേഗത കൈവരിക്കുമോ അതോ എൽ നിനോ സാഹചര്യങ്ങൾ ശക്തിപ്പെടുന്നത് മഴക്കാലത്തെ ദുർബലപ്പെടുത്തുമോ എന്ന് പലരും ആശ്ചര്യപ്പെടുന്നുമുണ്ട്. ജൂൺ 25-ന് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യത്തുടനീളമുള്ള കാലാവസ്ഥാ രീതികളിൽ കാര്യമായ വ്യതിയാനം പ്രതീക്ഷിക്കുന്നു. ഭൂമധ്യരേഖ പസഫിക് സമുദ്രത്തിൽ എൽ നിനോ അവസ്ഥകൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സീസണിൽ ഇത് കൂടുതൽ ശക്തിപ്പെടുമെന്നും പറയുന്നു. ഇനിയും മഴയുടെ ശക്തി കൂടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.